മൂന്നാറിൽ ജനവാസ മേഖലയ്ക്ക് സമീപം ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. തെർമൽ സെൻസർ ഡ്രോൺ ഉപയോഗിച്ചാണ് വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യം. ആ കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പെട്ടിമുടിക്ക് സമീപം വരെ ആനകളെ എത്തിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആനക്കൂട്ടത്തെ ആനമുടിച്ചോല റിസർവിലേക്ക് തുരത്താനുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. ഇതിനിടെ ജനവാസ മേഖലയിൽ നിരന്തരമെത്തി കാട്ടാന പടയപ്പ ഭീതി പരത്തുന്നുമുണ്ട്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, അതിൻ്റെ ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിനെ വനംവകുപ്പ് ഇപ്പോൾ നടത്തുന്ന ദൗത്യത്തെ എങ്ങനെയാണ് കാണേണ്ടത് രാഹുൽ? രജിത്ത്, ഒരു ശ്രമകരമായ ദൗത്യം എന്ന് വനംവകുപ്പ് തന്നെ പറയുന്നുണ്ട്. കാരണം അത്ര എളുപ്പമല്ല ഈ മൂന്നാർ മേഖലയിലെ കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തുക എന്ന് പറയുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് വനമേഖല എന്ന് പറയുന്നത് ആനമുടിച്ചോല ഒരുപാട് അകലെയാണ്. മൂന്നാറിൽ നിന്ന് ഒരുപാട് അകലെ മാറിയാണ് ഈ ആനമുടിച്ചോലയുള്ളത്. അവിടെ വരെ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ്. അതിൽ പടയപ്പ് ഉൾപ്പെടും, ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ഉൾപ്പെടും. അതുകൂടാതെ 6 ആനകളടങ്ങുന്ന ഇന്നിപ്പോൾ ഈ വനംവകുപ്പ് തുരത്തുന്ന കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ നാഗർകുടി ഭാഗത്ത് മറ്റൊരു കാട്ടാനക്കൂട്ടവും ഉണ്ട്. ഇതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ 6 കാട്ടാനകളുടെ കൂട്ടത്തെയാണ് പെട്ടിമുടി ഭാഗത്തേക്ക് ആനമുടി ചോലയിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രോൺ, തെർമൽ സെൻസർ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് ഈ ആനകളെ നിരീക്ഷിക്കുകയാണ്. കാരണം ഈ തേയിലത്തോട്ടത്തിന് സമീപത്തായി ചെറിയ ചോല വനങ്ങളുണ്ട്. അവിടെയായിരിക്കും പകൽ സമയങ്ങളിൽ ആന ഉണ്ടാവുക. അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും അവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ തെർമൽ സെൻസർ ഡ്രോൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന കാട്ടാനകളെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ, വലിയ രീതിയിൽ പ്രകോപിപ്പിക്കാതെ തുരത്തിക്കൊണ്ട് പോകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതൊരു ദിവസം കൊണ്ട് തീരില്ല, 2 ദിവസം കൊണ്ട് തീരില്ല, ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരെ എടുത്തേക്കാമെന്ന് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും അത് പെട്ടിമുടി വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെയും ഒരുപാട് ദൂരം കടന്നാൽ മാത്രമേ ഈ ആനമുടി ചോലയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഇതിനിടയിൽ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിലെ 2 കാട്ടാനകൾ, അത് കൊമ്പന്മാരാണ്, 2 കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. അവിടുത്തെ മാലിന്യം ഉൾപ്പെടെ ഭക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളികൾക്ക് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ആനകൾ സ്ഥിരമായി വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പരാതികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് ഇത്ര കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കാരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ പടയപ്പ ഇന്ന് 3 കടകൾ മാട്ടുപ്പെട്ടിയിൽ തകർത്തു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വഴിയോര കടകളാണ്, അത് കുത്തി തകർത്തു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പടയപ്പേനെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റീജിത്ത്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. മൂന്നാറിൽ ജനവാസ മേഖലയ്ക്ക് സമീപം ഇറങ്ങിയ കാട്ടാനക്കൂട്ടം, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. ഒരുപക്ഷെ ദിവസങ്ങൾ വേണ്ടിവരുന്നൊരു ദൗത്യമാണ്. വനംവകുപ്പ് സജീവമായി അതിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ വിജയൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ.